നമസ്കാരം. ബന്ധുവായ പെൺകുട്ടിയെ പ്രണയത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ നടത്തിയ ശ്രമത്തിനെതിരെ യുവാവ് വീട് കയറി നടത്തിയ ആക്രമണത്തിൽ യുവതിക്ക് പരിക്ക്. മുണ്ടപ്പള്ളി കോളനിയിൽ ലതയുടെ മകൾ ജസ്നയ്ക്കാണ് പരിക്ക് പറ്റിയത്. ജസ്നയുടെ മൊഴി പ്രകാരം ചങ്ങനാശ്ശേരി പൂവം നക്ര പുതുവേലിൽ സ്വദേശിയായ കമൽ എന്ന് വിളിക്കുന്ന ഉണ്ണികൃഷ്ണൻ, ഇയാളുടെ സഹോദരൻ കണ്ണൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. വേങ്ങൽ മുണ്ടപ്പള്ളി കോളനിയിൽ ബുധനാഴ്ച രാത്രി 9:30 സംഭവം. ജസ്നയുടെ മാതൃസഹോദരി പുത്രി മാനസയുടെ ബന്ധുവും ഉണ്ണികൃഷ്ണനും തമ്മിൽ ഏറെ കാലമായി അടുപ്പത്തിലായിരുന്നു. ഉണ്ണികൃഷ്ണന് മറ്റു പല പെൺകുട്ടികളുമായി ബന്ധമുണ്ടെന്നറിഞ്ഞ മാനസ ബന്ധുവായ പെൺകുട്ടിയെ ഈ ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഇതാണ് വീട് കയറിയുള്ള ആക്രമണത്തിൽ കലാശിച്ചത്. ബുധനാഴ്ച രാത്രിയോടെ മുണ്ടപ്പള്ളി കോളനിയിലെ വീട്ടിലെത്തിയ ഉണ്ണികൃഷ്ണനും സഹോദരനും ചേർന്ന് മുൻവശത്തെ വാതിൽ ചവിട്ടി തുറന്ന് ജസ്നയുടെ മാതൃസഹോദരി പുത്രി മാനസയെ ആക്രമിക്കുകയായിരുന്നു. ഇത് തടയാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ജസ്നയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത്. കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് നിർത്തിയ ശേഷം ഉണ്ണികൃഷ്ണൻ ജസ്നയെ മർദ്ദിക്കുകയായിരുന്നു. സംഭവം അറിഞ്ഞ് ബന്ധുവീട്ടിലായിരുന്ന ജസ്നയുടെ മാതാപിതാക്കൾ എത്തുന്നത് കണ്ട് പ്രതികൾ ബൈക്കിൽ രക്ഷപ്പെട്ടു. തുടർന്ന് ജസ്ന തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പ്രതികൾക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നതായി തിരുവല്ല പോലീസ് പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു 9:30 ആയപ്പോഴത്തേനും ഞാനും എൻ്റെ ചേച്ചിയും മാത്രമേ ഉള്ളായിരുന്നു. 9:30 ആയപ്പോഴത്തേനും ഞാൻ അടുക്കള നിൽക്കുമ്പോഴത്തേനും ഒരാൾ കതക് വന്ന് ചവിട്ടി തുറക്കുന്ന സൗണ്ട് കേട്ടാൽ ഞാൻ എണീറ്റ് വരുന്നത്. അപ്പം സൗണ്ട് കേട്ട് ഞാൻ വന്ന് നിൽക്കുന്നതിനും നമുക്കറിയാവുന്ന പയ്യനാണ്, നമ്മുടെ ഒരു കസിൻ തന്നെയാണ്. അവനുമായിട്ട് ഇവർ തമ്മിൽ എന്തോ വർത്താനം പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവളെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു പുറത്ത് പോകാതെ അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു. രണ്ടുപേരും സംസാരിച്ചതിനിടയ്ക്ക് സംസാരം പിന്നെ വാക്കുതർക്കമായി മാറി. ബഹളം വെച്ച് ഇവളെ പിടിച്ച് അടിക്കുകയും പിടിച്ച് തള്ളുകയും ചെയ്ത്. അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് എന്തുവാ നീ കാണിക്കുന്നതെന്ന് ചോദിച്ച് ഞാൻ അവനെ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചപ്പോൾ എന്നെ കൊങ്ങിക്ക് കയറി കുത്തിപ്പിടിക്കുകയായിരുന്നു ചെയ്തത്. എന്നെ കൊങ്ങിക്ക് കുത്തിപ്പിടിച്ചിട്ട് എന്നെ ആ കതകിൻ്റെ സൈഡിലോട്ട് കുത്തി ഇങ്ങനെ ചേർത്ത് എൻ്റെ കാലിൽ നിലത്ത് കുത്താൻ പറ്റുന്നില്ല, എന്നെ പൊക്കി പിടിച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇവള് വന്ന് പിടിക്കാൻ ശ്രമിച്ചിട്ട് വിടുന്നൊന്നുമില്ലായിരുന്നു. എന്നിട്ട് ഇവൻ അവിടെ തള്ളിയിട്ട് ഇവളെ അവൻ തള്ളിയിട്ട് കസേരയൊക്കെ അടിച്ചെറിഞ്ഞ് പൊട്ടിക്കുകയൊക്കെ ചെയ്ത്. പുറത്തുനിന്ന് ആൾക്കാർ ഓടി കയറി വന്നപ്പോഴത്തേക്കിനും അമ്മയുടെ ചേച്ചി ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്നത്. പുറത്തുനിന്ന് ആൾക്കാർ കയറി വന്നപ്പോഴത്തേക്കിനും അവൻ കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ചിട്ട് കൈവിടാൻ പറഞ്ഞപ്പോൾ വിടുന്നില്ല. അവൻ പറയാ അവള് ചാവട്ടെ, അവളെ ഞാൻ നേരത്തെ തൊട്ട് നോക്കി വെച്ചേക്കുമായിരുന്നു എന്ന്. എന്നിട്ട് അവരെല്ലാം അവിടെ വലിച്ചുകൊണ്ടങ്ങ് പോകുമായിരുന്നു. അച്ഛനും അമ്മയും ഇവിടെ ഇല്ലായിരുന്നു. അമ്മയും അച്ഛനും മാമൻ്റെ അടുത്ത് പോയേക്കുമായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു. പനി ആയതുകൊണ്ടാണ് അങ്ങോട്ട് പോകാതിരുന്നത്. മഴയുണ്ടായിരുന്നു ആ സമയത്ത്. ഇവർ വന്നപ്പോഴത്തേനും അവർ വണ്ടി എടുത്ത് പൊക്കളഞ്ഞു. എന്നിട്ട് എന്നെ വെല്ലുവിളിച്ച് നീ ചങ്ങനാശ്ശേരി കണ്ടാൽ നിന്നെ കൊല്ലും, നിന്നെ വീടിൻ്റെ പുറത്തിറക്കത്തില്ല. ഇപ്പം ഞാൻ 2 പേരെ വന്നുള്ളൂ, നാളെ ഇവിടെ വരുന്ന 10-15 പേരായിരിക്കും, ഇതിനകത്തിട്ട് കത്തിക്കും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അച്ഛനും അമ്മയും വന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചിട്ട് നേരെ തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യുമായിരുന്നു ചെയ്തത്.